എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾക്കറിയാം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ അല്ലെ. നമുക്ക് വളരെ അടുത്തൊരു ഡേറ്റിൽ തന്നെ എക്സാം ഉണ്ടാവും. അപ്പോ എക്സാം പ്രിപ്പറേഷൻ ഓറിയന്റഡ് ആയിട്ട് വളരെ ലാസ്റ്റ് ഫേസിൽ നമ്മളെല്ലാം പഠിച്ച് ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ടാവും. ഏകദേശം നമ്മളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞതാണ്. സോ ലാസ്റ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് മിക്സ്ഡപ്പ് ആയി എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സിലബസ് മുഴുവനായി കവർ ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ അതിന്റെ ഫണ്ടമെന്റൽസ്, MS Excel, മൈക്രോസോഫ്റ്റ് വേർഡ് ആൻഡ് പവർ പോയിന്റ്, ഈ 5 ഭാഗങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ പുറമെ നമുക്ക് കുറച്ചുകൂടെ ഒരു റിവിഷൻ മെത്തേഡിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസിനെ ഇവിടെ അഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് എന്ത് ചെയ്യാം, ഒന്ന് വേഗം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏകദേശം കണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പോഴും ആ ക്വസ്റ്റ്യൻ മാത്രം നോക്കാതെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത് എടുത്ത് നോക്കാം. നമ്മളിപ്പോ ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏത് ഭാഗത്താണ്, ആ ഭാഗത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് വേറെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് എന്ത് ചെയ്യണം, ആ ഒരു ഫ്ലാഷ് പോലെ അങ്ങനെ ഓടി വരണം. റെഡി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് കുറച്ച് വേഗം വേഗം എന്ത് ചെയ്ത് പോവാം, ഡിസ്കസ് ചെയ്ത് പോവാം. റെഡി? അപ്പൊ നോക്കൂ, എ 4-bit aggregation or half an octet or half a byte is called എന്താണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഒരു ബൈറ്റ് എന്ന് പറയുന്നത് എത്ര ബിറ്റ്സ് ആണ്. 1 byte is equal to 8 bits എന്നുള്ള കാര്യം നമുക്ക് അറിയണതാണ് അല്ലെ. അപ്പൊ അവിടെ ചോദ്യം നോക്കിക്കോളൂ, ഹാഫ് ആൻഡ് ഒക്ടറ്റ്. അപ്പൊ ആലോചിക്കുക, ഒക്ടറ്റ് എന്ന് പറയുന്നത് എന്താണ്? 8 ബിറ്റുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഒക്ടറ്റ് എന്ന് പറയുന്നത്. ഒക്ടൽ നമ്പർ സിസ്റ്റം ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഇനി 4 bits, ഹാഫ് ഓഫ് എ ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് എ ബൈറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4 ബിറ്റ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ 4 ബിറ്റ്സ് അല്ലെങ്കിൽ ഹാഫ് എ ബൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും അതിന്റെ പേര് വിളിക്കുന്നുണ്ടാവുക? പഠിച്ചു വെച്ചോളൂ, നിബിൾ. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഒരു ബൈറ്റിന്റെ ഹാഫ്, അതായത് 4 ബിറ്റ്സ് ചേർന്ന ഒരു കാര്യത്തെ നമ്മൾ ഒരു 8 ബിറ്റ് ചേർന്നതിനെ നമ്മൾ ഒരു ബൈറ്റ് എന്ന് വിളിക്കുന്നു. 4 ബിറ്റ് ചേർന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഒരു നിബിൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, നമുക്കിത് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ടേം GHz ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് വിച്ച് ഫീച്ചർ ഓഫ് എ കമ്പ്യൂട്ടർ? പഠിച്ചു വെച്ചോളൂ, GHz, ജിഗാഹെർട്സ് എന്ന് പറയുന്ന ഈ ഒരു ടേം നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ സ്പീഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സ്പീഡിന്റെ യൂണിറ്റ് പറയുന്ന ഒരു ടേം ആണ് ഏതെന്ന് പറയുന്നത്? GHz, അതായത് ജിഗാഹെർട്സ് എന്ന് പറയുന്നത്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ബേസിക് ആർക്കിടെക്ചർ ഓഫ് ദ കമ്പ്യൂട്ടർ വാസ് ഡെവലപ്ഡ് ബൈ ഡാഷ്. ആരാണ് ബേസിക് ആർക്കിടെക്ചർ? നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ആ ഒരു ആർക്കിടെക്ചർ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ടോ? അതായത് ഇവിടെ ഇൻപുട്ട് ഡിവൈസസ്, ഇത്രയും കൂടെ ഇങ്ങോട്ട് നീക്കി വരയ്ക്കാം. ഓക്കെ, ഇത് ഇൻപുട്ട് ഡിവൈസസ്. ഇതിൽ നിന്നുള്ള ഡേറ്റാസ് നേരെ എവിടേക്ക് പോകുന്നു? CPU പോകുന്നു. CPU ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട് അല്ലെ. ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിന് തൊട്ട് താഴെ തന്നെ ആരുണ്ട്? കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ALU, CU. അതിന് താഴെ ആരുണ്ട്? മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിൽ നിന്നും അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും മെമ്മറി യൂണിറ്റിലേക്കും മെമ്മറി യൂണിറ്റിൽ നിന്നും CPU പോകുന്നുണ്ട്. ആൻഡ് ഇതിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ ഔട്ട്പുട്ട് വഴി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട്പുട്ട് ഡിവൈസസ് വഴി പുറത്തേക്ക് വരുന്നുണ്ട്. ഇതാണ് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ആർക്കിടെക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്? ഈ ഒരു കാര്യം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാ? ഈ ഒരു ആർക്കിടെക്ചർ ജോൺ വോൺ ന്യൂമൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, ജോൺ വോൺ ന്യൂമൻ. ഇതിനെ പറയുന്നത് തന്നെ നമ്മൾ എന്ത് പേരിലാണ്? ന്യൂമൻ ആർക്കിടെക്ചർ അല്ലെ. വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്നുള്ളതല്ലേ നമ്മൾ ഇതിനെ പറയാ? വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്നുള്ളതാണ് ഈ ആർക്കിടെക്ചറിന്റെ പേര് തന്നെ. ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേരാണ് ജോൺ വോൺ ന്യൂമൻ എന്ന് പറയുന്നത്. ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, CPU ആൻഡ് മെമ്മറി യൂണിറ്റ്, ഇത്രയും കാര്യങ്ങളുള്ള ഈ ഒരു യൂണിറ്റിന് അല്ലെങ്കിൽ ഈ ഒരു ആർക്കിടെക്ചറിനെയാണ് നമ്മൾ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൂ ഇൻവെന്റഡ് ദ സൂപ്പർ കമ്പ്യൂട്ടർ? സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ട്രില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വളരെ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്ത് തരുന്നു?
പ്രോസസ് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് ആക്കി തരുന്നത്. നമ്മൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഇല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ആരെ ഉപയോഗിക്കാറുള്ളത്? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാറുള്ളത്. നമ്മൾ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഭാഗം പഠിച്ച സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അത് മാത്രമല്ല, പിന്നെ എന്താണ്, ഫേമസ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ആ ഒരു ഭാഗം പഠിച്ചപ്പോഴും നമ്മൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം ക്വസ്റ്റ്യൻസ് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആലോചിക്കുക, സൂപ്പർ കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് അറിയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൂ ഇൻവെന്റഡ് ദ സൂപ്പർ കമ്പ്യൂട്ടർ? ആരാണ് സൂപ്പർ കമ്പ്യൂട്ടർ ഇൻവെന്റ് ചെയ്തത്? ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? പഠിച്ചോളൂ. സെയ്മർ ക്രേ എന്ന് പറയുന്ന വ്യക്തി. ഓർക്കുന്നില്ലേ? സെയ്മർ ക്രേ എന്ന് പറയുന്ന വ്യക്തി 1976 ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ടുള്ള ക്രേ 1 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാണ് സെയ്മർ ക്രേ. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് ക്രേ 1 ആൻഡ് ഏത് വർഷം? 1976. മറക്കരുത്. ഓക്കെ ഓക്കേടാ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇന്റൽ പ്രോസസർ ഇൻട്രൊഡ്യൂസ്ഡ്? നമ്മൾ ഹിസ്റ്ററി ഓഫ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഇന്റൽ ഇറക്കിയിട്ടുള്ള, ഇല്ലെങ്കിൽ ഇന്റൽ ആദ്യമായി മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള മൈക്രോ പ്രോസസർ ഏതാണ്? ഇന്റൽ 4004. ഓക്കെ, ഇന്റൽ 4004 എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയാ, മൈക്രോ പ്രോസസർ ആണ് ഇന്റൽ എന്ത് ചെയ്തത്? ആദ്യമായി മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ, വളരെ ഇമ്പോർട്ടന്റ്. വെൻ വാസ് ദ ഫസ്റ്റ് ഇമെയിൽ സെൻഡ്? ആദ്യമായി ഇമെയിൽ സെൻഡ് ചെയ്തത് എന്നാണ്? പഠിച്ചു വെക്കേണ്ട, അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു വെക്കേണ്ട ഇന്നൊരു കാര്യം, ആരാണ് ഇമെയിലിന്റെ പിതാവ്? ഹൂസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിക്കൽ മെയിൽ? ഇമെയിലിന്റെ പിതാവ് ആരാണ്? റെയ്മണ്ട് സാമുവൽ ടോംലിസൺ എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് ഇമെയിലിന്റെ പിതാവ്, അല്ലെങ്കിൽ ഇൻവെന്റർ ഓഫ് ഇമെയിൽ എന്നറിയപ്പെടുന്നത്. റെയ്മണ്ട് സാമുവൽ ടോംലിസൺ. മറന്നു പോരുതേ. 1971 ഇദ്ദേഹം തന്നെയാണ് ആദ്യത്തെ സന്ദേശം, ഇലക്ട്രിക് സന്ദേശം എന്ത് ചെയ്യുന്നത്? അയക്കുന്നത്. ഓക്കെ, റെയ്മണ്ട് സാമുവൽ ടോംലിസൺ 1971. ഇദ്ദേഹം തന്നെയാണ് ഇമെയിലിന്റെ ഇൻവെന്ററും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. The memory which is programmed at the time is manufactured. നിങ്ങൾ അപ്പൊ ആലോചിക്കുന്നുണ്ടാവും, ഈ ഒരു മെമ്മറീസിന്റെ ഭാഗം മുഴുവനായി ആലോചിക്കുക. നമുക്കറിയാം എന്തൊക്കെ ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട്? പെർമനന്റ് മെമ്മറിയും ഉണ്ട്, ടെമ്പററി മെമ്മറിയും ഉണ്ട് അല്ലെ? അതായത് പെർമനന്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ സേവ് ചെയ്യുന്ന കാര്യങ്ങള് അങ്ങനെ തന്നെ പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പെർമനന്റ് മെമ്മറി എന്ന് പറയാം. നേരെ മറിച്ച് ടെമ്പററി മെമ്മറി ആണെങ്കിലോ, നമ്മൾ കമ്പ്യൂട്ടർ ഓഫ് ആക്കുന്നതോടുകൂടി ആ മെമ്മറീസ് എന്തായി പോകുന്നു? ഓട്ടോമാറ്റിക്കലി ഇറേസ് ആയി പോകുന്നു, വാനിഷ് ആയി പോകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടെമ്പററി മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതും അല്ലാതെ പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജ്, പിന്നെ മറ്റ് തരത്തിലുള്ള ഫ്ലോപ്പി ഡിസ്ക്, അതുപോലെ തന്നെ USB അല്ലെ, യൂണിവേഴ്സൽ സീരിയൽ ബസ്, USB, അത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മെമ്മറി ഡിവൈസസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതൊക്കെ വേറെ ഡിവൈസസ്. അതല്ലാതെ തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ മെമ്മറി ഡിവൈസസ് പഠിക്കുമ്പോൾ രജിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. രജിസ്റ്റേഴ്സ് എന്താണ്? ചെറിയ മെമ്മറി ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സ്പീഡിന് വേണ്ടിയിട്ട് അല്ലെ, സ്പീഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പ്രൈമറി മെമ്മറിക്കും മറ്റ് ഡിവൈസസിനും നടുവിലായി പ്രവർത്തിക്കുന്ന ചെറിയ ചെറിയ മെമ്മറി യൂണിറ്റ്സിനെയാണ് നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രജിസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഒരു പ്രോസസ്സിന്റെ സ്പീഡ് കൂട്ടും. ഇനി വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ലൈക്ക് ആ സെക്കൻഡറി മെമ്മറിയുടെ അല്ലാതെ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞ കാര്യം. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റയെ ക്യാഷ് മെമ്മറിയിലോട്ട് എന്ത് ചെയ്ത് വെക്കുന്നു? സേവ് ചെയ്ത് വെക്കുന്നു. അതും എന്തിനു തന്നെയാണ്? പ്രോസസ്സിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനാണ് ക്യാഷ് മെമ്മറിയിലോട്ട് സേവ് ചെയ്ത് വെക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്? പഠിച്ച കാര്യങ്ങളായിരുന്നു അല്ലെ? അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്കറിയാം റാം ആൻഡ് റോം. എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയും. ഇതിലൊന്ന് വൊളറ്റൈൽ ആണ്, അതർ ഇസ് നോൺ വൊളറ്റൈൽ. വൊളറ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിന്റെ ആ ഒരു പവർ ഓഫ് ചെയ്യുന്നതോടുകൂടി എല്ലാം സേവ് ചെയ്ത ഡേറ്റാസ് എല്ലാം എന്തായി പോകുന്നു? വാനിഷ് ആയി പോകുന്നു. അതിന്റെ എക്സാമ്പിൾ ആണ് റാം, റാൻഡം ആക്സസ് മെമ്മറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? നേരെ മറിച്ച് റോം ആണെങ്കിലോ നോൺ വൊളറ്റൈൽ ആണ്. നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവും. റീഡ് ഓൺലി മെമ്മറി.
ഇപ്പൊ നമ്മളുടെ ഈ ബൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടർ റീസ്റ്റാർട്ടിങ്ങിനും ബൂട്ടിങ്ങും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് റോമിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്ത് ആ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ റാമിലോട്ട് എടുത്തുകൊണ്ട് വെക്കാറുള്ളൂ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തതാണ്? പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ടൈപ്സ് കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ റോമിന്റെ കൂടെ പ്രോം എന്ന് പറയുന്ന കാര്യം, പ്രോഗ്രാമബിൾ റോം, പ്രോം ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം, അതുപോലെ പ്രോം ഇലക്ട്രിക്കൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ റാമിന്റെ വകഭേദങ്ങളായിട്ടുള്ള എസ് റാമും ഡി റാമും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്തതാണ്? പഠിച്ചതാണ്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിച്ചെടുക്കണം. നമ്മളപ്പോ ആലോചിച്ച് നോക്കൂ, ഒരു ടോപ്പിക്കാണ് ജസ്റ്റ് റോം എന്ന് പറയുന്ന ഒരു കാര്യം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പുറകെ പഠിക്കാൻ ഇത്രയും കാര്യങ്ങൾ എന്തുണ്ട്? പുറകിൽ നിൽക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താണ്? ദ മെമ്മറി വിച്ച് ഇസ് പ്രോഗ്രാംഡ് അറ്റ് ദ ടൈം ഇറ്റ് ഇസ് മാനുഫാക്ചേർഡ് ഈസ് ഏതാ? റോം. ഓക്കെ, നമ്മളൊരു മെമ്മറി അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു? പ്രോഗ്രാം ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും പ്രോം എന്ന് പറയുന്നത്? ഓൾറെഡി അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാകും. അതിന് പുറമെ ഒരു തവണ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ലൈഫ് ടൈമിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്തരത്തിലുള്ള മെമ്മറിയെയാണ് നമ്മൾ പ്രോം എന്ന് പറയുക. PROM, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തതാണ്? പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ? ഇത് വളരെ ശ്രദ്ധയോടെ പഠിച്ചു വെച്ചോളൂ. ദ മെമ്മറി വിച്ച് ഇസ് പ്രോഗ്രാംഡ് അറ്റ് ദ ടൈം ഇറ്റ് ഇസ് മാനുഫാക്ചേർഡ്. ഒരു മെമ്മറി മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിൽ പ്രോഗ്രാം ചെയ്യുന്ന ആ ഒരു മെമ്മറിക്ക് നമ്മൾ പറയുന്ന പേരാണ് റോം എന്നുള്ളത്, റീഡ് ഓൺലി മെമ്മറി. ഓക്കെ അല്ലേടാ? ഇതാണ് അപ്പോ ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കുക. വിച്ച് ഈസ് ദ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് computer output into a form that can be transmitted over a telephone lines? നമ്മൾ ആ ഒരു ഡയഗ്രം ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവുക അല്ലെ? നമ്മൾ ടെലിഫോൺ ലൈനിലൂടെ കുറച്ചു കാലം മുന്നേ വരെ നമ്മളുടെ ഡേറ്റ ട്രാൻസ്മിഷൻസ് ഒക്കെ ടെലിഫോൺ ലൈനിലൂടെ നടന്ന സമയത്ത് നമ്മളുടെ എന്താണ്? കമ്പ്യൂട്ടർ ഡിജിറ്റൽ ആണ് അല്ലെ? ഈ ഒരു ഡിജിറ്റൽ സിഗ്നൽസിന് നേരെ പോയിട്ട് കണ്ടിന്യൂസ് സിഗ്നൽ വഴിയാണ്, ലൈക് കണ്ടിന്യൂസ് സിഗ്നൽസ് ആയിട്ടാണ് ഈ ടെലിഫോൺ ലൈൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നേരെ അപ്പുറത്തെ കമ്പ്യൂട്ടറിലോട്ട് എത്തുമ്പോഴത്തേക്കും ഇത് ആരാവണം? ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് ആവണം. അപ്പൊ ഈ ഒരു ആവശ്യത്തിനായിട്ട് രണ്ട് എൻഡിലും നമ്മൾ ഒരാൾക്കാരെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ എന്നുള്ളതായിരുന്നു അതിന്റെ പേര്. നമ്മൾ അതിനെ ചുരുക്കി മോഡം എന്ന് വിളിക്കും. എന്ത് പറയും? മോഡം, മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ. ഡിജിറ്റൽ ഡിവൈസസ് ആയിട്ടുള്ള നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്നും വരുന്ന ഡിജിറ്റൽ സിഗ്നൽസ് ഏത് ഫോർമാറ്റിലായിരിക്കും? സീറോസ് ആൻഡ് വൺസ് എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും അല്ലെ? സീറോസ് ആൻഡ് വൺസ് എന്ന ഫോമിലുള്ള ഡിജിറ്റൽ ഫോർമാറ്റ്സിനെ നമുക്ക് ടെലിഫോൺ ലൈൻസിലൂടെ കടത്തിവിടണമെങ്കിൽ എങ്ങനത്തെ സിഗ്നൽസ് ആക്കി മാറ്റണം? കണ്ടിന്യൂസ് സിഗ്നൽസ് ആക്കി മാറ്റണം. കണ്ടിന്യൂസ് സിഗ്നൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനലോഗ് സിഗ്നൽസ് ആക്കി മാറ്റണം. അതിന് സഹായിക്കുന്ന ആളാണ് മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ എന്ന് പറയുന്ന മോഡം. ഓക്കെ, ഇപ്പൊ റിസീവർ എൻഡിൽ നേരെ എന്ത് സംഭവിക്കും? ഈ ടെലിഫോൺ ലൈൻസിലൂടെ വന്നിട്ടുള്ള കണ്ടിന്യൂസ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നതും മോഡം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ മനസ്സിലായല്ലോ. വിച്ച് ഇസ് ദ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഇൻ ടു എ ഫോം ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ എ ടെലിഫോൺ ലൈൻ? നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നും വരുന്ന ഔട്ട്പുട്ടിനെ കമ്പ്യൂട്ടർ ലൈൻസിലൂടെ കടത്തിവിടാൻ തക്കവണ്ണത്തിൽ പ്രാപ്തരാക്കുന്ന ആ ഡിവൈസസിന്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. എ കമ്പ്യൂട്ടർ പോർട്ട് ഇസ് യൂസ്ഡ് ടു ഡാഷ്. എന്തിനാണ് കമ്പ്യൂട്ടർ പോർട്ട്സ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാലോ. നമ്മുടെ ഇപ്പൊ ലാപ്ടോപ്സിന്റെ സൈഡിൽ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ടാണ് ഞാൻ ലാപ്ടോപ്പിന്റെ കാര്യം പറയുന്നത്. സൈഡില് ഹോൾസ് പോലത്തെ, ഇല്ലെങ്കിൽ നമുക്ക് പോർട്ടുകൾ കാണാനായിട്ട് പറ്റും. അതായത് USB കണക്ട് ചെയ്യാൻ, LAN കണക്ട് ചെയ്യാൻ അല്ലെ, ഇത്തരത്തിൽ ഓട്ടകൾ കാണും. ഇതൊക്കെ എന്തിനാണ് ഈ പോർട്ടുകൾ യൂസ് ചെയ്യുന്നത്? അതായത് മറ്റ് കമ്പ്യൂട്ടർ പെരിഫറൽസുമായിട്ട് കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, ഒരു LAN എടുത്ത് നമ്മൾ ആ പോർട്ടിലോട്ട് കണക്ട് ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ലാനിലോട്ട് നമ്മളുടെ കമ്പ്യൂട്ടർ കണക്റ്റഡ് ആയി, ഈഥർനെറ്റിലോട്ട് കണക്റ്റഡ് ആയി. ഇതല്ലേ സംഭവിക്കുന്നത്? നമ്മളൊരു യൂണിവേഴ്സൽ സീരിയൽ ബസ്, അതായത് USB, നമ്മളുടെ ആ ഒരു USB നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. USB കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്?
ആ USB സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇമേജസോ ഫോട്ടോസോ വീഡിയോസോ അല്ലെ എന്താണെങ്കിലും നമുക്ക് ആ സാധനം എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മളുടെ കമ്പ്യൂട്ടറിൽ കാണാനായിട്ട് പറ്റും. സോ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അതർ കമ്പ്യൂട്ടർ പെരിഫറൽസ് ഇസ് ഡൺ ത്രൂ ദ പോർട്സ്. മനസ്സിലായോ? അപ്പൊ പോർട്ട് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മറ്റ് കമ്പ്യൂട്ടർ പെരിഫറൽസിന് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് കമ്പ്യൂട്ടർ പോർട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റെഡി. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ ഇസ് കോൾഡ് ഡാഷ്. ഇത് നമുക്കറിയുന്ന കാര്യമാണ് അല്ലെ. കമ്പ്യൂട്ടർ ഒരു ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പറയുന്നതാണ് പ്രോഗ്രാം എന്നുള്ളത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്? എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ്. കമ്പ്യൂട്ടർ എന്ത് വർക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ്, ഒരു കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഒരു ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, എന്ത് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഒരു പ്രോഗ്രാം എന്നുള്ളത് കൊണ്ട് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് ഡേറ്റ ഇൻ ടു സ്റ്റോറേജ് ലൊക്കേഷൻ ഇസ് കോൾഡ്. ശ്രദ്ധിച്ചോളൂ, ഡേറ്റ. അപ്പൊ എന്താണ് ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ കോൾഡ് ഡേറ്റ ആൻഡ് പ്രോസസ്ഡ് ഡേറ്റ ഈസ് കോൾഡ് ഇൻഫർമേഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. എന്താണ് ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം? ഡേറ്റ എന്ന് പറയുന്നത് റോ ആയിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. ആ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് അർത്ഥവത്തായ ഒരു സാധനമാക്കി മാറ്റുന്നതിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ ഡേറ്റയെ സ്റ്റോറേജ് ലൊക്കേഷനിലോട്ട് ഓക്കെ നമ്മൾ പുട്ട് ചെയ്യുന്നതിന് എന്ത് പേരിലാണ് അറിയപ്പെടുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിനെയാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സേവിങ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, സേവ് ചെയ്യുക, അത് വേറെ ടേം. നമ്മൾ ഒരു ഇൻഫർമേഷൻ നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിലോട്ട് സേവ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പേര് പറയും? ആ സേവ് ചെയ്യുക എന്ന്. അപ്പൊ ഇവിടെ ആലോചിക്കുക, പുട്ടിംഗ് ഡേറ്റ ഇൻ ടു എ സ്റ്റോറേജ് ലൊക്കേഷൻ, ഒരു സ്റ്റോറേജ് ലൊക്കേഷനിലോട്ട് നമ്മളുടെ ഡേറ്റയെ പുട്ട് ചെയ്യുന്നതിനെ കമ്പ്യൂട്ടർ ടേംസിൽ പറയുന്നതാണ് റൈറ്റിംഗ് എന്നുള്ളത്. ആലോചിക്കുക, റീഡിംഗ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? നമ്മൾ ആ സാധനത്തിനെ വ്യൂ ചെയ്യുന്നതാണ് റീഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഔട്ട്പുട്ട് ആക്കി തരിക. ഒരു സ്റ്റോറേജ് ലൊക്കേഷനിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റയെ യൂസർക്ക് വിസിബിൾ ആകുന്ന രീതിയിൽ ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കുക, വിഷ്വലി ഇത് കാണിക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ റീഡിംഗ് എന്ന് പറയാ. അത് മാത്രമല്ല റീഡിംഗ്, പിന്നെന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സിനെ കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റീഡിംഗ് എന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്യുന്നു? എയുടെ വാല്യൂ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു? ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ എ നമ്പർ, ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് രണ്ട് നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഈ രണ്ട് നമ്പേഴ്സ് കമ്പ്യൂട്ടറിനകത്തോട്ട് ഇൻപുട്ടായി വാങ്ങുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീഡിംഗ് എന്ന് പറയാം. നേരത്തെ പറഞ്ഞതല്ല, ലൈക്ക് വിഷ്വലൈസ് ചെയ്യുന്നതിനെ അല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു കാര്യത്തിനെ ആ കമ്പ്യൂട്ടറിനുള്ളിലോട്ട് ഇൻപുട്ട് ആയി കൊടുക്കുന്നതിനെ നമ്മൾ റീഡിംഗ് എന്നും, ആ കൊടുത്ത കാര്യങ്ങളെ സ്റ്റോറേജ് ലൊക്കേഷൻസിലോട്ട് പുട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ റൈറ്റിംഗ് എന്നുമാണ് എന്ത് ചെയ്യാറുള്ളത്? പറയാറുള്ളത്. റെഡി? അതാണ് റീഡിങ്ങും റൈറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫോർട്രാൻ സ്റ്റാൻഡ്സ് ഫോർ. ഫോർട്രാൻ എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. ഓർക്കുന്നില്ലേ നിങ്ങൾ? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഫോർട്രാൻ. നമ്മൾ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിച്ച സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓരോ സമയത്തെ മെഷീൻ ലാംഗ്വേജസ്, അസംബ്ലി ലാംഗ്വേജസ്, അതിനുശേഷം വന്ന ലാംഗ്വേജസ് ആണ് ബേസിക്, ഫോർട്രാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷമാണ് നമ്മുടെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ ഫോർട്രാൻ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫുൾ നെയിം എന്താണ്? ഫോർട്രാൻ സ്റ്റാൻഡ്സ് ഫോർ ഫോർമുല ട്രാൻസിഷൻ. പഠിച്ചു വെക്കണേ. ഫോർട്രാൻ സ്റ്റാൻഡ്സ് ഫോർ ഫോർമുല ട്രാൻസിഷൻ. ഇനി VLSI സ്റ്റാൻഡ്സ് ഫോർ. ഓർക്കുന്നുണ്ടോ? VLSI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്നുള്ളതാണ് VLSI. ഓക്കെ, VLSI സ്റ്റാൻഡ്സ് ഫോർ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. ഇനി ഹു ഇൻവെന്റഡ് പഞ്ച്ഡ് കാർഡ്സ്? ഓർക്കുന്നുണ്ടോ എന്താണ് പഞ്ച്ഡ് കാർഡ്സ് എന്നുള്ളത്? അതായത് മുന്നേ കാലത്ത് നമ്മൾ വലിയ കമ്പ്യൂട്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഏനിയാക്ക് പോലത്തെ സമയത്തൊക്കെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പഞ്ച് കാർഡ്സ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തതാണ്? ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. കാർഡ് ടൈപ്പിലുള്ള കുറച്ച് ഹോൾസ് ഒക്കെ ഉള്ള രീതിയിലുള്ള കാർഡുകളാണ് പഞ്ച് കാർഡ്സ്.
അതായിരുന്നു നമ്മൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആയി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്താണ് പഠിച്ച കാര്യമാണ്. അപ്പൊ ഇവിടെ ചോദ്യം, പഞ്ച് കാർഡ്സ് ഇൻവെന്റ് ചെയ്തത് ആരാണ്? ഹൂസ് ദ ഫാദർ ഓഫ് പഞ്ച് കാർഡ്സ്? പഠിച്ചോളൂ, ഹെർമൻ ഹോളറിത്ത്. ഓക്കെ, ഹെർമൻ ഹോളറിത്ത്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ് അല്ലേ ഇത്. ഇനി അടുത്തൊരു ചോദ്യം, എഡ്സാക് സ്റ്റാൻഡ്സ് ഫോർ. നമുക്കറിയാം എഡ്സാക്, യുനിവാക്, അതുപോലെ തന്നെ ഏനിയാക്. ഇതൊക്കെ മുൻകാലത്ത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചപ്പോൾ നമ്മൾ ഓരോ ജനറേഷൻസിലും വരുന്ന, ഇപ്പോ നമ്മളുടെ ഓരോ ജനറേഷൻസിൽ ഏനിയാക് ഒരു ജനറേഷനിൽ വന്നു, അതേ ജനറേഷനിൽ തന്നെ യുനിവാക്കിലേക്ക്. ഈ സാധനങ്ങളൊക്കെ അവരവർ എന്തൊക്കെ പ്രോസസ്സിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ എഡ്സാക് സ്റ്റാൻഡ്സ് ഫോർ, എഡ്സാക് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന്റെ ഫുൾ നെയിം ആണ് ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഓക്കെ, മറക്കരുത്. എന്താണ് എഡ്സാക് എന്ന് പറയുന്നത്? എന്താണ്? ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏനിയാക്കിന്റെ ഫുൾ നെയിം എന്തായിരുന്നു? ഇലക്ട്രോണിക് ആൻഡ് ന്യൂമറൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഓർക്കുന്നുണ്ട്? ഇലക്ട്രോണിക്, ന്യൂമറൽ, ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നുള്ളതായിരുന്നു ഏനിയാക്കിന്റെ ഫുൾ നെയിം. യുനിവാക്കിന്റെ ആണെങ്കിലോ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നുള്ളതായിരുന്നു യൂണിവാക് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന്റെ ഫുൾ നെയിം. റെഡി? എഡ്സാക് എന്ന് പറയുന്നത് എന്താണ്? എഡ്സാക് സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു എഡ്സാക്കിന്റെ ഫുൾ നെയിം. ഏനിയാക് എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ് ഏനിയാക് എന്ന് പറയുന്നതിന്റെ ഫുൾ നെയിം. ഒക്കെ പഠിച്ചു വെക്കണം കേട്ടാടാ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു എന്താ പറയാ ഫുൾ നെയിംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? എന്താണെങ്കിലും ബൈ ഹാർട്ട് ചെയ്തേ പറ്റുകയുള്ളൂ. ഇനി, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് DNS ആൻഡ് ദ പോർട്ട് നമ്പർ യൂസ്ഡ് ബൈ DNS? ആലോചിച്ച് നോക്കൂ, നമ്മളുടെ മെയിൻ ആയിട്ടുള്ള DNS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? DNS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡൊമെയിൻ നെയിം സിസ്റ്റം. എന്താണ്? IP അഡ്രസ്സുകളെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളിപ്പോ IP അഡ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 130.3.4 എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് അടിച്ചു വെച്ച് ലൈക്ക് ഓർത്തു വെച്ച് ടൈപ്പ് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡൊമെയിൻ നെയിംസ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂട്യൂബ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് അല്ലെ? നിങ്ങൾക്ക് ദേവിക പ്ലസ് പോയിന്റിന്റെ ഒരു സൈറ്റ് ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഗൂഗിളിൽ പോയിട്ട് ദേവിക പ്ലസ് പോയിന്റ് എന്നല്ലേ ടൈപ്പ് ചെയ്യുന്നത്, ഇല്ലാതെ നമ്പേഴ്സ് അല്ലല്ലോ. സോ ദേവിക പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡൊമെയിൻ നെയിം ആണ്. അപ്പൊ ഒരു സെർവറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ ഡൊമെയിൻ നെയിംസും ഈ ഡൊമെയിൻ നെയിംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സുകളെയും മാച്ച് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത ഡൊമെയിൻ നെയിം ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള URLസിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് ഇത്തരത്തിലുള്ള ഡൊമെയിൻ നെയിംസിന്റെ അടുത്തുള്ള ആ കിടക്കുന്ന പോർട്ട് നമ്പേഴ്സിലേക്ക് ആ ഒരു ഇതല്ലേ അറിയാ, IP അഡ്രസ്സുകളല്ലേ അറിയുന്നുണ്ടാവുക. സോ അത് വെച്ചിട്ടായിരിക്കും ഇവർ ബാക്കി സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിനകത്ത് ആ സെർവറിനകത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ ഡൊമെയിൻ നെയിംസും അതിനനുസരിച്ചിട്ടുള്ള IP അഡ്രസ്സസും സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യത്തിനെയാണ് നമ്മൾ ഈ DNS എന്ന് പറയുന്നത് അല്ലേ? അപ്പോ ആ DNSന് നമ്മൾ യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പറും ഏതാണ്? 53 ആണെന്നുള്ളത് എന്ത് ചെയ്യുക? മറക്കാതെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി a program that can retrieve files from the World Wide Web and render text, images or sounds encoded in the files. എന്താണ് അതിന്റെ പേര് എന്നാണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ഫയൽസും ടെക്സ്റ്റും ഇമേജസും സൗണ്ട്സും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വേൾഡ് വൈഡ് വെബിൽ നിന്ന് WWWയിൽ നിന്ന് നമുക്ക് റിട്രീവ് ചെയ്ത് എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ബ്രൗസേഴ്സ് ആണ്. നമ്മൾ ബ്രൗസേഴ്സ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിട്രീവ് ചെയ്ത് എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഉപയോഗിക്കാറുള്ളത്. ക്ലിയർ അല്ലേ? ഇനി, which two supercomputers were installed in 2018 for weather forecasting in India? നമ്മളുടെ മെയിൻ എന്താണ്? നമ്മളുടെ ഹിസ്റ്ററി ഓഫ് എന്താ സ്പെഷ്യൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന് താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്.
അതായത് വെതർ ഫോർകാസ്റ്റിംഗിന് വേണ്ടിയിട്ട് 2018 ഇന്ത്യയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് പ്രത്യുഷ് ആൻഡ് മിഹിർ എന്ന് പറയുന്നത്. മറക്കാതിരിക്കുക, പ്രത്യുഷ് ആൻഡ് മിഹിർ എന്ന് പറയുന്ന ഈ രണ്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് ഇന്ത്യയിൽ വെതർ ഫോർകാസ്റ്റിംഗിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഇനി ദ ടെക്നിക് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ യൂസർ ഹു റീവിസിറ്റ്സ് എ വെബ്സൈറ്റ്. അപ്പൊ നമ്മൾ ഏത് എന്താ പറയാ ടെക്നിക്കാണ് നമ്മളുടെ വെബ്സൈറ്റ് റീവിസിറ്റ് ചെയ്യുന്ന ആളുകളെ ട്രാക്ക് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം കുക്കീസ് ആണ് അല്ലെ. എന്താണ് കുക്കീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യൂസറുടെ ബ്രൗസറിലോട്ട് സേവ് ചെയ്യുന്ന ചെറിയ ടെക്സ്റ്റ് ഫയൽസിനെയാണ് കുക്കീസ് എന്ന് പറയുന്നത്. അപ്പൊ യൂസർ എക്സ്പീരിയൻസ് കൂട്ടാനും, അതായത് നമ്മൾ ഈ ഒരു ഈ ഒരു എന്താ ബ്രൗസർ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ നേരത്തെ തന്നെ റീവിസിറ്റ് ചെയ്തിട്ടുണ്ടോ, നേരത്തെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, ആ വിസിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഏത് ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് ആണ് കൂടുതലായിട്ട് ഇഷ്ടം, അവരുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്താ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെക്കുന്ന ചെറിയ ഫയൽസിനെയാണ് നമ്മൾ കുക്കീസ് എന്ന് പറയുന്നത്. നമ്മൾ പല വെബ്സൈറ്റും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അക്സെപ്റ്റ് ഓൾ കുക്കീസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വരാറുണ്ട് അല്ലെ. അപ്പൊ പലപ്പോഴും യൂസർ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ കുക്കീസ് നമ്മളെ സഹായിക്കുമെങ്കിലും സെക്യൂരിറ്റി പല സമയത്തും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡെയർ ചെയ്യേണ്ടി വരും. അതാണ് കുക്കീസിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പൊ ടൈപ്സ് ഓഫ് കുക്കീസ് നമ്മൾ പഠിച്ച പോലെ ഒരുപാട് ടൈപ്പ് ഓഫ് കുക്കീസ് ഉണ്ടെങ്കിലും നമുക്ക് മെയിൻ ആയിട്ട് 4 ടൈപ്സ് ഓഫ് കുക്കീസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് കുറച്ച് അറിയാനുള്ളത്. സെഷൻ കുക്കീസ് അല്ലെ, പെർസിസ്റ്റന്റ് കുക്കീസ്, അങ്ങനെ കുറച്ച് കുക്കീസ് ഒക്കെ ഉണ്ട്. തേർഡ് പാർട്ടി കുക്കീസ്, ഫസ്റ്റ് പാർട്ടി കുക്കീസ്, ഇതൊക്കെ എന്തിനാണെന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്കറിയാം. അപ്പോ നേരത്തെ തന്നെ ഒരു വെബ്സൈറ്റ് റീവിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു യൂസർ എന്ന് അറിയാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ഈ കുക്കീസ് എന്ന് പറയുന്നത്. റെഡി? ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കുക്കീസ് ആർ പ്രൈമർലി യൂസ്ഡ് ഫോർ ടാർഗറ്റഡ് അഡ്വർടൈസിങ്? ടാർഗറ്റഡ് ആയിട്ട്, അതായത് നമ്മൾക്ക് എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ആണ് ഇഷ്ടം, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നു, എത്തിച്ചു തരുന്നു. അപ്പൊ അഡ്വർടൈസ്മെന്റ്സ് നമ്മളുടെ കസ്റ്റമൈസേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന കുക്കീസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? തേർഡ് പാർട്ടി കുക്കീസ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സെഷൻ കുക്കീസും പെർസിസ്റ്റന്റ് കുക്കീസ്, ഫസ്റ്റ് പാർട്ടി കുക്കീസ്, ഫോർ പാർട്ടി കുക്കീസ് എന്നിങ്ങനെ പല തരത്തിലാണ് കുക്കീസ് ഉള്ളത്. അതിൽ ഓരോന്നിന്റെയും കാര്യങ്ങളും എന്തായിരിക്കും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. അതായത് സെഷൻ കുക്കീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബ്രൗസറിൽ ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന അത്രയും സമയം മാത്രമേ അതിന് എന്ത് ഉണ്ടാവുള്ളൂ, ലൈഫ് ഉണ്ടാവുള്ളൂ. നമ്മൾ ആ ബ്രൗസറിൽ നിന്ന് എക്സിറ്റ് അടിച്ചില്ലെങ്കിൽ, ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് എക്സിറ്റ് അടിക്കുന്ന അതേ സമയം ആ കുക്കീസ് എന്തായി പോകുന്നു, ഡിലീറ്റ് ആയി പോകുന്നു. നേരെ മറിച്ച് പെർസിസ്റ്റന്റ് കുക്കീസ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ചുകൂടെ പെർമനന്റ് ആയിട്ട് ആ കുക്കീസ് അവിടെ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ യൂസർ നെയിംസും പാസ്വേർഡ്സ് ഇല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ നേരത്തെ തന്നെ ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കീസിനെയാണ് നമ്മൾ പെർസിസ്റ്റന്റ് കുക്കീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് പാർട്ടി കുക്കീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, ആ വെബ്സൈറ്റ്, നമ്മൾ ഏത് വെബ്സൈറ്റ് ആണോ വിസിറ്റ് ചെയ്യുന്നത് ആ വെബ്സൈറ്റിലെ വ്യക്തികൾ തന്നെ, ഫസ്റ്റ് പാർട്ടിക്കാർ തന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടി, നമ്മൾ അവരുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ആ യൂസർ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കി തരുന്ന കുക്കീസ് ആണ് ഈ ഫസ്റ്റ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്നത്. കൂടുതലും അഡ്വർടൈസ്മെന്റിലോട്ട് അല്ലെങ്കിൽ അഡ്വർടൈസിംഗിലോട്ട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമ്മളെ സഹായിക്കുന്ന കുക്കീസ് ആണ് തേർഡ് പാർട്ടി കുക്കീസ്. ഇതൊരിക്കലും എന്ത് ചെയ്യരുത്, മറക്കരുത്. അപ്പൊ ഇതാണ് നമുക്ക് ടൈപ്സ് ഓഫ് കുക്കീസിനെ കുറിച്ച് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. റെഡി? ഇനി വിച്ച് മാൽവെയർ ഡിസ്ക്യൂസസ് ഇറ്റ്സെൽഫ് ആസ് ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ? നമുക്കറിയാം അല്ലെ, അതായത് നമ്മളെ കബളിപ്പിച്ചുകൊണ്ട്, അതിനുള്ള കഥയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ട്രോജൻ ഹോഴ്സ് എന്നുള്ള പേര് എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ള കഥയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോ ആ ഒരു ഹിസ്റ്ററിയോട് ബന്ധപ്പെടുത്തി തന്നെയാണ് നമ്മളുടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പേര് ഈ ഒരു മാൽവെയറിന് ഇടാനുള്ള കാരണം. അതായത് നമുക്ക് കാണുമ്പോൾ എന്ത് ചെയ്യത്തില്ല, ഇത് നമ്മളുടെ കമ്പ്യൂട്ടറിനെ ഹാം ചെയ്യുന്നൊന്നും നമ്മൾക്ക് തോന്നത്തില്ല. ഇത് നമ്മൾക്ക് ഉപകാരമുള്ള സോഫ്റ്റ്വെയർ ആണ്, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മളെ അങ്ങ് വിശ്വസിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ കമ്പ്യൂട്ടറെ മുഴുവനായി അങ്ങ് നശിപ്പിക്കും. അതിനെയാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന ആ ഒരു യുദ്ധം എങ്ങനെയാണ് റോമൻകാർ നടത്തുന്നത്, അവർക്ക് ഒരു രാജ്യത്തിന് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് എന്നുള്ളത് പോലെ ഒരു മരപ്പാവ, ഒരു ഹോഴ്സിന്റെ രീതിയിലുള്ള, കണ്ടാൽ ഗിഫ്റ്റ് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ കണ്ടാൽ ഒരു പാവയാണെന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുത്തതിന് ശേഷം എല്ലാവരും ഉറങ്ങിയ ശേഷം അതിന്റെ ഉള്ളിൽ നിന്ന് ആളുകൾ പോയി ആ ഒരു രാജ്യത്തെ മുഴുവനായിട്ട് കൊല്ലുന്ന അവസ്ഥയാണ് നമുക്ക് ഉണ്ടായത്. ഇത് ഏത് തന്നെയാണ്,
കണ്ടാൽ നമ്മൾ എന്ത് അയ്യോ അതൊരു പാവം, അത് നമ്മളുടെ കമ്പ്യൂട്ടറിന് ആവശ്യമുള്ളതാണ്, ഒന്നും ചെയ്യില്ല എന്നൊക്കെ നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മുഴുവനായും നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മാൽവെയർ ആണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? റെഡി. ഇനി which malware type creates a backdoor for hackers to remotely control a system? ഒരു സിസ്റ്റത്തിനെ മുഴുവനായും കൺട്രോൾ ചെയ്യാൻ ഹാക്കേഴ്സിന് ഒരു ബാക്ക്ഡോർ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ടൈപ്പിലുള്ള മാൽവെയറിനെ നമ്മൾ പറയുന്ന പേരാണ് റൂട്ട് കിറ്റ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ. Which of the devices is capable of recognizing a pre-specified type of mark by pencil or pen? നമുക്കറിയാം, നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മളുടെ പെൻസിൽ കൊണ്ടോ പെന്ന് കൊണ്ടോ മാർക്ക് ചെയ്ത ഒരു പേപ്പറിൽ മാർക്ക് ചെയ്ത ഒരു സാധനത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ? OMR. നമ്മൾക്ക് ഈ എക്സാം പേപ്പേഴ്സ് ഒക്കെ അല്ലെ, നമ്മൾ OMR ഷീറ്റിലല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അതിന്റെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഏത് ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ്? ഈ OMR യൂസ് ചെയ്തിട്ടാണ്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ കാൽക്കുലേഷൻസ് നടത്തുന്നത്. പഠിച്ചോളൂ. റെക്കഗ്നൈസിങ് എ പ്രീ സ്പെസിഫൈഡ് ടൈപ്പ് ഓഫ് മാർക്ക് ബൈ പെൻസിൽ ഓർ പെൻ. പെന്നോ പെൻസിലോ യൂസ് ചെയ്ത് നമ്മൾ പ്രീ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന്, പ്രീ സ്പെസിഫൈഡ് ആയിട്ടുള്ള പെന്നോ പെൻസിലോ യൂസ് ചെയ്ത് നമ്മൾ വരുത്തിയിട്ടുള്ള ഒരു മാർക്കിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഡിവൈസിന് നമ്മൾ പറയുന്ന പേരാണ് OMR എന്നുള്ളത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ ക്യാൻ യു ഇൻസേർട്ട് എ പേജ് ബ്രേക്ക് ഇൻ എ വേർഡ് ഡോക്യുമെന്റ്? ഒരു വേർഡ് ഡോക്യുമെന്റില് നമുക്ക് എന്ത് ചെയ്യണം? പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യണം. നമുക്കറിയാലോ, ലൈൻ ബ്രേക്ക്, പേജ് ബ്രേക്ക്, സെക്ഷൻ ബ്രേക്ക്, ഇങ്ങനത്തെ ഒരുപാട് ബ്രേക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതില് പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ഏതാണ്? ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് വട്ടം ആവർത്തിച്ച് പറഞ്ഞ ഒരു ഷോർട്ട് കട്ട് ആയിരുന്നു Ctrl+Enter. ഓക്കെ, Ctrl+Enter. Ctrl+Enter എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ആണ്? പേജ് ബ്രേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ്, മറന്നു പോരുതേ. വെരി ഇമ്പോർട്ടന്റ്. ഇനി dash tab is used to create a table of contents in MS Word. MS Wordലെ ഏത് ടാബ് ആണ് നമ്മളെ ടേബിൾ ഓഫ് കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതാണ്? റെഫറൻസസ് ടാബ്. ഇതൊക്കെ നമ്മളുടെ ക്ലാസ് കണ്ട് പഠിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടാമതൊരു പ്രാവശ്യം ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓരോ ടാബ്സിനെ കുറിച്ചും ആ ടാബിലുള്ള ഓരോ ഗ്രൂപ്പ്സിനെ കുറിച്ചും ആ ഗ്രൂപ്പ്സിനകത്ത് വരുന്ന ഓരോ ടൂൾസിനെ കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ അതിൽ റെഫറൻസസ് എന്ന് പറയുന്ന ടാബിന്റെ ഉള്ളിലാണ് നമ്മളുടെ ടേബിൾ ഓഫ് കണ്ടന്റ്സ്. അപ്പൊ റെഫറൻസസിന്റെ ബാക്കി വരുന്ന ബിബ്ലിയോഗ്രഫി, ഇൻഡെക്സ് കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്, അത് തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, എന്തൊക്കെയാണ് അത് നമ്മളുടെ ഉപയോഗിക്കുന്നത്, എവിടെയൊക്കെയാണ് നമ്മളുടെ വേർഡ് ഡോക്യുമെന്റിൽ ഈ കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നത്, അതിന്റെ പൊസിഷൻ എവിടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തതാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പഠിച്ചു വെച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ ലാസ്റ്റ് ടൈമിലെ ഒരു റിവിഷൻ പോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ കാര്യം കണ്ടാൽ മതി. ഡാഷ് ടാബ് ഇസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ടേബിൾ ഓഫ് കോണ്ടന്റ്സ് ഇൻ MS Word. MS Wordലെ ടേബിൾ ഓഫ് കോണ്ടന്റ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ടാബ് ഏതാണ്? റെഫറൻസസ് ടാബ്. ഓക്കെ. ഇനി അടുത്തതാണ്, വാട്ട് ഇസ് മാർക്ക് എൻട്രി ഇൻ MS Word? MS Wordല് മാർക്ക് എൻട്രി എന്ന് പറയുന്നത് എന്തിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്? ഈ റെഫറൻസസ് ടാബിൽ തന്നെ ഈ അടുത്താണ്, ഇൻഡെക്സിന്റെ അടുത്താണ് നമ്മളുടെ മാർക്ക് എൻട്രി എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നത്. എന്തിനാണ്? നമുക്ക് എന്തൊക്കെയാണ് ഇൻഡെക്സിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ആ ഒരു ഓപ്ഷൻ ആണ് നമ്മൾ മാർക്ക് എൻട്രി എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പോ മാർക്ക് എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഫീച്ചർ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻ ഇൻഡെക്സ് ഇൻ ദ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിലെ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡെക്സിലോട്ട് ആഡ് ചെയ്യണം എന്നുള്ളതിനെ മാർക്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ മാർക്ക് എൻട്രി എന്ന് പറയുന്ന ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ അല്ലേടാ? ഈ കാര്യത്തിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? റെഡി. ഇനി which is the default line spacing in MS Word?
നമുക്കറിയാം ഏതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ലൈൻ സ്പേസിങ് MS വേർഡിലെ 1.15 ലൈൻസ് ആണ് അല്ലെ. സിംഗിള്, ഡബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ലൈൻ സ്പേസിംഗ് ഉണ്ട്. അതിനൊക്കെ നമ്മളുടെ ഷോർട്ട് കട്ട് Ctrl+1, Ctrl+5 ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, പഠിച്ച കാര്യങ്ങളാണ്, അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ പഠിച്ചു വെച്ചോളൂ. ഡീഫോൾട്ട് ആയിട്ടുള്ള ലൈൻ സ്പേസിംഗ് 1.15. 1-ലുണ്ട്, 1.15-ലുണ്ട്, 1.5 ഉണ്ട് ലൈൻ സ്പേസിംഗ്, 1.2 ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ലൈൻ സ്പേസിംഗ് ഒക്കെ നമുക്ക് MS വേർഡിൽ അവൈലബിൾ ആണെങ്കിലും ഡീഫോൾട്ട് ആയിട്ടുള്ള ലൈൻ സ്പേസിംഗ് 1.15 ആണ്. ഓക്കെ, 1.15. ഇനി ഹൗ ഡു യു ചെക്ക് വേർഡ് കൗണ്ട് എന്ന ഡോക്യുമെന്റ്? ഒരു ഡോക്യുമെന്റില് നമ്മൾ വേർഡ് കൗണ്ട് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് വേർഡ് കൗണ്ട് കണ്ടുപിടിക്കുക? ഏത് ടാബിൽ പോയാലാണ് നമുക്ക് വേർഡ് കൗണ്ട് കിട്ടുക? ആലോചിച്ച് നോക്കൂ. നേരെ റിവ്യൂ ടാബിൽ പോയി കഴിഞ്ഞാൽ വേർഡ് കൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. റിവ്യൂ ടാബില് വേർഡ് കൗണ്ട് കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പൊ ഏകദേശം കണ്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ധാരണ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഫയൽ ടാബിൽ എന്തിനൊക്കെയാണ് പോവുക, ഹോം ടാബിൽ എന്തൊക്കെയാണുള്ളത്, ഇൻസേർട്ട് ടാബിൽ എന്തൊക്കെയാണുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഓരോ പിക്ചേഴ്സ് കാണിച്ചാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത് അല്ലെ. ഓരോ ടാബില് ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് ആ ഒരു ഇമേജ് കാണിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പ് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓരോന്നും ചോദിക്കുമ്പോൾ ആ ഇമേജോട് കൂടി നിങ്ങളുടെ മൈൻഡിലോട്ട് വരണം. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, ഈസി ആയിട്ട് ആൻസർ എഴുതാനായിട്ട് പറ്റുക. ഇപ്പൊ വേർഡ് കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നത് എവിടെയാണ്? റിവ്യൂ ടാബിലാണ് വേർഡ് കൗണ്ട് കിടക്കുന്നത്. മറക്കാതിരിക്കുക കേട്ടോ. അടുത്തത്, MS വേർഡിലെ ഏത് ഫീച്ചർ ആണ് allows you to combine multiple revisions into one document? ഓർക്കുന്നുണ്ടോ? നമ്മളുടെ മൾട്ടിപ്പിൾ റിവിഷൻസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സിനെ ഒരൊറ്റ ഡോക്യുമെന്റ് ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫീച്ചർ ഏതാ? കമ്പൈൻ എന്ന് പറയുന്ന ഫീച്ചർ ആണ് അല്ലെ. കമ്പൈൻ എന്ന് പറയുന്ന ഫീച്ചർ ആണ് നമ്മൾ എന്തിനു സഹായിക്കുന്നത്? കമ്പൈൻ മൾട്ടിപ്പിൾ റിവിഷൻസ് ഇൻ ടു വൺ ഡോക്യുമെന്റ്. മൾട്ടിപ്പിൾ റിവിഷൻ ഡോക്യുമെന്റ്സിനെ ഒരൊറ്റ ഡോക്യുമെന്റ് ആക്കാൻ നമ്മളെ സഹായിക്കുന്ന ഓപ്ഷൻ ആണ് കമ്പൈൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഹൗ ക്യാൻ യു ക്വിക്ലി റിപ്പീറ്റ് യുവർ ലാസ്റ്റ് ആക്ഷൻ ഇൻ MS വേർഡ്? ഓർക്കുന്നുണ്ടോ? റീഡു എന്നാണ് ഇതിനെ പറയുക. എന്താ റീഡു? നേരത്തെ ചെയ്ത കാര്യത്തിനെ, ലാസ്റ്റ് നമ്മൾ ചെയ്ത ആക്ഷനെ ഒരു തവണ കൂടെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. അത് നമുക്ക് വേഗം ക്വിക്ലി ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യും. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റീഡുവിന്റെ ഷോർട്ട് കട്ട് എന്താ? Ctrl+Y. അപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും റീഡുവിന്റെ ഷോർട്ട് കട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും അല്ലെ. അൺഡു ചെയ്യാൻ Ctrl+Z, റീഡു ചെയ്യാൻ Ctrl+Y എന്നുള്ളത്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കണ്ടോ, ഹൗ ക്യാൻ യു ക്വിക്ലി റിപ്പീറ്റ് യുവർ ലാസ്റ്റ് ആക്ഷൻ ഇൻ MS വേർഡ്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കും, ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങള് നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ തന്നെയാണെങ്കിലും വേറെ രീതിയിൽ എന്ത് ചെയ്യാം, ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. എന്ത് ചെയ്യരുത്, അങ്ങനത്തെ ഒരു പരിപാടികളുടെ മുന്നിലും നിങ്ങൾ തളരരുത്. റെഡി? അങ്ങനത്തെ ചോദ്യങ്ങള് നമ്മൾ പഠിച്ച സാധനങ്ങൾ തന്നെയാണെങ്കിലും വേറെ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും അത് ആൻസർ ചെയ്യാനുള്ള കഴിവ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ചോദ്യം വളരെ ശ്രദ്ധയോടെ വായിക്കുക. ഒരു പക്ഷെ വേറെ രീതിയിൽ ചോദിച്ചു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും, സിമ്പിൾ ആയിരിക്കും, നമ്മൾ പഠിച്ച കാര്യമായിരിക്കും, നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും. അപ്പൊ ധൈര്യസമേതം എന്ത് ചെയ്യുക, ആൻസർ എഴുതുക. ഓക്കെ, അപ്പൊ റീഡു ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ആണ് Ctrl+Y. വാട്ട് ഷോർട്ട് കട്ട് ഇസ് യൂസ്ഡ് ടു അലൈൻ ടെക്സ്റ്റ് ടു ദ റൈറ്റ്? ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം 4 എന്താ ഉള്ളത്, അലൈൻമെന്റ് ആണുള്ളത്. ലെഫ്റ്റ് അലൈൻമെന്റ്, റൈറ്റ് അലൈൻമെന്റ്, സെന്റർ അലൈൻമെന്റ് ആൻഡ് ജസ്റ്റിഫൈഡ് എന്ന് പറയുന്ന 4 അലൈൻമെന്റ്സ് ആണ് നമുക്ക് MS വേർഡിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഹൊറിസോണ്ടൽ അലൈൻമെന്റ്സ്. നമ്മൾ എക്സലിന്റെ കാര്യത്തിലോട്ടൊക്കെ എത്തുമ്പോഴത്തേനും അല്ലെങ്കിൽ ടേബിൾസിന്റെ കാര്യത്തിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും വെർട്ടിക്കൽ അലൈൻമെന്റ്സ് വേറെ 3 പഠിക്കുക. ഏതൊക്കെയാണ്? ടോപ്പ്, മിഡിൽ, ബോട്ടം തുടങ്ങിയിട്ടുള്ള 3 അലൈൻമെന്റ്സ്. അപ്പൊ അതിനെ അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. തൽക്കാലത്തേക്ക് MS വേർഡിലെ ഹൊറിസോണ്ടൽ അലൈൻമെന്റ്സ് ആയിട്ടുള്ള 4 കാര്യങ്ങള് റൈറ്റ്, ലെഫ്റ്റ്, സെന്റർ ആൻഡ് ഏതാ, ജസ്റ്റിഫൈഡ് എന്നിങ്ങനെ 4 അലൈൻമെന്റ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഷോർട്ട് കട്ട്സ്, നമ്മൾ MS വേർഡിന്റെ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഒരു 2-3 പേജ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഷോർട്ട് കട്ട്സ് പഠിച്ചവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തമായി അറിയാം Ctrl+R എന്നുള്ളതാണ് റൈറ്റിലോട്ട് നമ്മളുടെ എന്ത് ചെയ്യേണ്ടത്, അലൈൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന, റൈറ്റ് അലൈൻ എന്ന് പറയുന്ന ഓപ്ഷന് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ആണ് Ctrl+R എന്ന് പറയുന്നത്. ഓക്കെ, Ctrl+R is the shortcut for right align the text. മനസ്സിലായോ? അപ്പോ ഇത്തരത്തിലുള്ള ഒരു 31 ചോദ്യം നമ്മളിപ്പോ 31-32ഓളം ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു നമ്മൾ ജസ്റ്റ് ആ ഒരു 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ഇനിയും നമുക്ക് ഒരുപാട് നമ്പർ സിസ്റ്റം ഒക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ മേ ബി വന്നാലും വരും. അപ്പൊ അതൊക്കെ നമ്മൾ ഓൾറെഡി കുറെ മുന്നത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാതിരുന്നത്. പിന്നെ നമ്മളുടെ സമയപരിമിതിയും, നമുക്കൊരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിൽ നമുക്കൊരു പരിമിതി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് മുഴുവനായിട്ട് എന്ത് ചെയ്യാതിരുന്നത്, ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണിക്കൂർ കണക്ക് എന്ത് ചെയ്തു പോകും, നീണ്ടു പോകും വീഡിയോസ്. സോ ശ്രദ്ധിക്കുക. അപ്പൊ ഒരു 32 ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അടുത്തൊരു 30 ക്വസ്റ്റ്യൻ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തരാം. സോ ഇതുവരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്സാമിനെ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ വൃത്തിയായി എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവാണ് നമ്മളൊക്കെ ആക്ച്വലി എക്സാമിന് വരിക, അല്ലെ. ഇപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, IT എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കുറച്ചൊക്കെ എന്താണ്, ക്രിട്ടിക്കൽ തിങ്കിങ് കൂടെ വരേണ്ട ഒരു ഭാഗമാണ്. നമ്മൾക്ക് പലപ്പോഴും കാര്യങ്ങൾ അതിന്റെ കോൺസെപ്റ്റ് അറിയുമായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വളരെ ബേസിക് ആയിട്ട് ഇതിന്റെ ഉത്തരം ഇതാണ് എന്നുള്ള രീതിയിൽ പഠിപ്പിക്കാതെ അതിന്റെ കുറച്ചുകൂടെ ഇന്നർ ഡെപ്ത് ആയിട്ടുള്ള മീനിങ്സ് പറഞ്ഞു തന്നിട്ടുള്ളതിന്റെ അർത്ഥം പലപ്പോഴും നിങ്ങൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന്റെ ആൻസേഴ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോ അങ്ങനത്തെ രീതിയിൽ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചത് തന്നെ ആൻസേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആലോചിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. സോ നന്നായി പഠിക്കുക, പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, ഓർത്തു വെച്ച് എക്സാമിന് പ്രസന്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വിഷസ്. നന്നായി എഴുതാൻ പറ്റട്ടെ എക്സാം. നമ്മളുടെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എല്ലാവരും നന്നായി എഴുതൂ. നമുക്ക് വേറൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം, ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഓക്കേടാ. താങ്ക് യു.